അങ്ങനെ 14 ജീവനക്കാർ പണിയൊന്നുമില്ലാതെ ടൈം പാസ് കളിക്കുന്നു എന്നതാണ് ഇന്നത്തെ മറ്റൊരു വാർത്ത. ടൈം പാസ് കളിക്കുന്ന 14 പേരല്ലേ എന്ന് ചോദിച്ചാൽ സംഭവം ചെറിയ കാര്യമല്ലേ. നമ്മൾ എത്രയോ വലിയ വലിയ ആളുകൾ ഇരുന്ന് ടൈം പാസ് കളിക്കുന്ന എത്രയോ കാര്യങ്ങൾ കഥകൾ നമ്മൾ ചെയ്തതാണ്. പക്ഷേ ഈ ടൈം പാസ് കളിക്കുന്നത് കേരളത്തിലെ ശമ്പള പരിഷ്കരണ കമ്മീഷന് വേണ്ടി അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കാൻ കഴിഞ്ഞ ഗവൺമെൻറ് അവസാന നിമിഷം ചൂടപ്പം വിൽക്കും പോലെ ഉണ്ടാക്കും പോലെ വെച്ച ഒരു 14 ജീവനക്കാരുടെ തമാശ പറച്ചിലും കളിയുമായി അവർ ടൈം പാസ്സായത് പോകുന്നു. മുൻ ചീഫ് സെക്രട്ടറി VP ജോയി അധ്യക്ഷനായി കഴിഞ്ഞ LDF സർക്കാർ നിയമിച്ച കമ്മീഷൻ 3 മാസമാണ് കാലാവധി അന്ന് കൊടുത്തത്. ഫെബ്രുവരി 23 നിയമിച്ചു. മാർച്ച് 5 പരിഗണനാ വിഷയങ്ങളായി. മെയ് അവസാനം കാലാവധിയും കഴിഞ്ഞു. ജൂണായി, ജൂലൈ ആയി, ഒരു പണിയുമില്ല, വെറുതെ ഇരിക്കുകയാണ് അവർ. 6 മാസം കൊണ്ട് കാലാവധി നീട്ടണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോഴേക്കും സർക്കാർ മാറി. ആ പദ്ധതി 3 മാസത്തേക്ക് അനുവദിച്ചപ്പോഴേ ഞങ്ങൾ പറഞ്ഞു അതൊരു ഉടായിപ്പാണ്. ഒരു സർവീസ് സംഘടന ഞാൻ എതിർത്തില്ല. 3 മാസം കൊണ്ട് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. ഒരു സ്വാർത്ഥതയുണ്ടായിരുന്നു, എന്നോട് പൊറുക്കണം. അന്നത്തെ പ്രതിപക്ഷ സർവീസ് സംഘടനകളും ഭരണപക്ഷ സർവീസ് സംഘടനകളും എല്ലാവരും വിചാരിച്ചു ഇത് AI കാലമല്ലേ, ചൂടപ്പം പോലെ കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. ഒരു കാരണവശാലും കിട്ടൂല എന്ന് ഞങ്ങളന്ന് പറഞ്ഞു. ഞങ്ങളെ ചിലർ കളിയാക്കുകയും ചെയ്തു. ഇയാൾക്ക് എന്താ കിട്ടിയാലെന്ന് ചോദിച്ചു. ഇയാൾ പ്രവാചകനാണോ, പ്രവചനം നടത്താനെന്നൊക്കെ ചോദിച്ചു. പക്ഷേ എന്തായാലും അതേ ജോയി തന്നെ 6 മാസം കൂട്ടിത്തരണമെന്ന് എഴുതി കൊടുത്തെങ്കിലും ഒന്നും സംഭവിച്ചില്ല. എന്ന് മാത്രമല്ല സർക്കാരും മാറി. ശമ്പള പരിഷ്കരണം തൽക്കാലം വേണ്ടതില്ലെന്ന നിലപാടാണ് മെയ് 18 കയറ്റ UDF സർക്കാരിനുള്ളത് എന്നാണ് ഒരു അനൗപചാരികമായ വാർത്തകളായി പ്രചരിക്കുന്നത്. ശരിയും തെറ്റും നമുക്കറിയത്തില്ല. കാരണം ഇതിനെ സംബന്ധിച്ച് UDF വളരെ കൃത്യമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത്. എന്തായാലും ഇത് ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കമ്മീഷൻ തുടർന്നാൽ റിപ്പോർട്ട് സ്വീകരിച്ച് ശുപാർശകൾ നടപടി വൈകിയാണെങ്കിലും തീരുമാനമെടുക്കേണ്ടി വരും. അപ്പോൾ കമ്മീഷനെ നിൽക്കണമോ? സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ച് അതിനനുവദിക്കുന്നില്ല. ഇപ്പോഴൊരു ശമ്പള പരിഷ്കരണത്തിന് അനുവദിക്കുന്നില്ല. പക്ഷേ അത് ഔദ്യോഗികമായിട്ട് നിർത്തിപ്പോയാൽ പ്രതിപക്ഷം ശക്തമായി സമരവും ചെയ്യും. എന്തായാലും അത് നിർത്തിയാൽ, ഔദ്യോഗികമായിട്ട് നിർത്തിയാൽ വലിയ സമരം ഉണ്ടാവും. അധ്യക്ഷനും അംഗങ്ങൾ ഇപ്പോൾ 14 ജീവനക്കാരാണുള്ളത്. അപ്പോൾ 14, അധ്യക്ഷൻ 15, പിന്നെ 16, 18 പേരാണ് എല്ലാം ഉള്ളത്. ഒരു അഡീഷണൽ സെക്രട്ടറിയും ഒരു ജോയിൻറ്റ് സെക്രട്ടറിയും മറ്റ് ജീവനക്കാരുമാണ് ഉള്ളത്. ജീവനക്കാരെ തിരികെ വിളിക്കുകയോ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയിക്കുകയോ ചെയ്തിട്ടില്ല. കമ്മീഷന് കിട്ടിയ കാർ ആരും പണം കൊടുക്കുമെന്നറിയാത്തതുകൊണ്ട് തിരിച്ചയച്ചു. കാലാവധി കഴിഞ്ഞതിനാൽ അധ്യക്ഷനും അംഗങ്ങളും ഓഫീസിൽ വരാറേയില്ല. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ട് ജീവനക്കാരുടെ ശമ്പള സംഘടനകളുടെ സമ്മർദ്ദം അതിജീവിക്കാനാകാതെ വന്നപ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് LDF സർക്കാർ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിശ്ചയിച്ചത്. 11ാം കമ്മീഷൻ ശുപാർശകൾ 21 ഏപ്രിലാണ് സർക്കാർ അംഗീകരിച്ചത്. 2019 മുതൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കി. എന്തായാലും ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ ആളുകൾ നിൽക്കണോ പോണോ, വേണോ വേണ്ടയോ, വേണ്ടണം എന്നുള്ള ഒരു നിലപാട് കൊണ്ട് സർക്കാരിനായാലും നമ്മുടെ സംവിധാനങ്ങൾക്കായാലും മുന്നോട്ടാകാനാവില്ല. അതുകൊണ്ട് ഇതെന്ത് ചെയ്യണം എന്നറിയാതെ അവർ ഉദ്യോഗസ്ഥർ വെറുതെ സമയം കളയുകയാണ്, സമയം കൊല്ലുകയാണ്. പിന്നെ AI കാലമൊക്കെ ആയതുകൊണ്ട് വാട്സപ്പും ഇൻസ്റ്റഗ്രാമും പിന്നെ ഫേസ്ബുക്കും എല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ പിള്ളേരെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും പ്രവർത്തിക്കാത്ത ഓഫീസായതുകൊണ്ട് എപ്പോൾ വന്നാലും മതിയല്ലോ. പിന്നെ പഞ്ചിങ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും സുഖമാണ്. 14 പേർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. സർക്കാർ വേണോ വേണ്ടേ എന്ന് സർക്കാർ ഇന്ന് തീരുമാനിച്ചാൽ വളരെ കൃത്യമായിരിക്കും. അതിനിടയിൽ 10 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം മതി എന്നുള്ള അഭിപ്രായമാണ് നമ്മുടെ ധവളപത്രം പുറപ്പെടുവിച്ച KM ചന്ദ്രശേഖരൻ അവർ ഇപ്പോൾ പ്ലാനിംഗ് ബോർഡ് ചെയർമാനാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 10 വർഷത്തിലൊരിക്കൽ മതി എന്നാണ്. DA സമയത്ത് കൊടുത്താൽ മതി എന്നാണ്. ഇനിയും ശമ്പളം കൂടുതലെടുത്താൽ ജനങ്ങളുടെ നാട്ടിൽ ഇറങ്ങിപ്പോകും, ജനങ്ങൾ കൈവയ്ക്കും സർക്കാരിനെ എന്ന് പറയുന്ന വാദവുമുണ്ട്. എന്നാൽ 5 വർഷത്തിലൊരിക്കലുള്ള ഞങ്ങളുടെ അവകാശമാണ് ശമ്പള പരിഷ്കരണം, അത് കൃത്യമായി കിട്ടിയേ പറ്റൂ എന്നുള്ള നിലയിലാണ് ജീവനക്കാർ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ജീവനക്കാർ സമരത്തിലേക്ക് പോയിട്ടില്ല. ഈ സമിതിയെ പിരിച്ചുവിടില്ലയോ എന്ന് നോക്കിയിട്ടാണ് സമരം. പിരിച്ചുവിട്ടാൽ വലിയ സമരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പ്രതിപക്ഷ സംഘടനകളും ഭരണപക്ഷ സംഘടനകളും എല്ലാം പിന്നെ സമരം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് പിരിച്ചുവിടണോ, അവരിരുന്ന് പിരിയണോ,
എന്തായാലും കമ്മീഷൻ്റെ ചെയർമാനായിട്ടുള്ള വി പി ജോയ് ഓഫീസിൽ പോകുന്നില്ല. വി പി ജോയ്ക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോയെന്ന് അറിയുന്നില്ല. രാജഗോപാലൻ നായർ രാജിവെച്ചോ എന്നറിയില്ല. ബാക്കി 2 അഡീഷണൽ സെക്രട്ടറിമാരുണ്ട്, ഒരു ജോയിൻറ്റ് സെക്രട്ടറിയെ കൊണ്ട്. അവർ ശമ്പളം വാങ്ങുന്നുണ്ടോ എന്നറിയത്തില്ല. ഒരാൾ റിട്ടയർ ചെയ്ത ആളാണ്, അവരിന് കൺസൾട്ടിങ് ഫീസ് വാങ്ങുന്നുണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും വളരെ രസകരമാണ് കാര്യങ്ങൾ. ശമ്പള പരിഷ്കരണം ഉണ്ടോ അറിയില്ല, ഇല്ലയോ അറിയില്ല. കമ്മിറ്റിക്കാർ നിൽക്കണോ, അതിൻ്റെ ഓഫീസർമാർ നിൽക്കണോ അറിയില്ല, ഇരിക്കണോ അറിയില്ല, അവർ പോണോ അതും അറിയില്ല. എന്തായാലും ഉടൻ തന്നെ UDF ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്.